ഹായ് ഓൾ വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന. കേരള ബ്ലാസ്റ്റേഴ്സ് വളരെ ദയനീയമായ പ്രകടനമാണ് ഈ സീസണിൽ നടത്തിയിട്ടുള്ളത്. അതിൻ്റെ പരിണിത ഫലമായി കൊണ്ട് തന്നെയാണ് ആരാധകർ ക്ലബിനെ കൈവിട്ട് തുടങ്ങിയതും. ഇന്നലത്തെ മുംബൈ സിറ്റിക്കെതിരെയുള്ള മത്സരത്തിൽ ബ്ലാസ്റ്റേഴ്സ് വിജയിച്ചിരുന്നു. പക്ഷേ ആ ഒരു വിജയം ആഘോഷിക്കാൻ വേണ്ടി ഒരുപാട് ആരാധകരൊന്നും സ്റ്റേഡിയത്തിൽ ഉണ്ടായിരുന്നില്ല. ഏകദേശം 3000-ഓളം ആരാധകർ മാത്രമായിരുന്നു സ്റ്റേഡിയത്തിൽ എത്തിയിരുന്നത്. ക്ലബിൻ്റെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും കുറഞ്ഞ അറ്റൻഡൻസ് രേഖപ്പെടുത്തിയ ഒരു മത്സരം കൂടിയായിരുന്നു ഇന്നലത്തേത്. അതിൻ്റെ കാരണം നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. വളരെ മോശം പ്രകടനമാണ് ഈ സീസണിൽ ക്ലബ്ബ് നടത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് മഞ്ഞപ്പടയും അതുപോലെ തന്നെ ബാക്കിയുള്ള നോർമൽ ആരാധകരുമൊക്കെ ക്ലബിൻ്റെ മത്സരങ്ങൾ ഇപ്പോൾ ബഹിഷ്കരിച്ചിട്ടുള്ളത്. ഏതായാലും ഇതേക്കുറിച്ച് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പരിശീലകനായ TG പുരുഷോത്തമനോട് ചോദിക്കപ്പെട്ടിരുന്നു. ആരാധകർ കുറഞ്ഞു വരുന്നതിനോട് എങ്ങനെ പ്രതികരിക്കുന്നു എന്നായിരുന്നു ചോദ്യം. ആരാധകർക്ക് അവരുടെ അമർഷം രേഖപ്പെടുത്താനുള്ള ഒരു സ്വാതന്ത്ര്യമുണ്ട് എന്നാണ് TGP പറഞ്ഞിട്ടുള്ളത്. തോൽവികൾ കാരണമാണ് ഇങ്ങനെ സംഭവിക്കുന്നതെന്നും വിജയിച്ചു കഴിഞ്ഞാൽ ആരാധകർ തിരിച്ചു വരുമെന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. TGPയുടെ വാക്കുകൾ ഇങ്ങനെയാണ്: ആരാധകർക്ക് അവരുടെ അമർഷം പ്രകടിപ്പിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അതൊന്നും നമ്മുടെ കയ്യിലല്ല. എല്ലാവർക്കും അവരുടേതായ ഫ്രീഡം ഉണ്ട്. പക്ഷെ ഒരു ടീം എന്ന നിലയിൽ ഞങ്ങൾ ചെയ്യേണ്ടത് ഏത് സാഹചര്യങ്ങൾ വന്നാലും അതിനെല്ലാം തരണം ചെയ്തുകൊണ്ട് കളിക്കുക എന്നുള്ളതാണ്. അത് ഞങ്ങൾ ചെയ്തേ മതിയാകൂ. ജയിച്ചു കഴിഞ്ഞാൽ എല്ലാം ശരിയാകും, എല്ലാം ഓക്കെയാകും. തോൽവിയാണ് വിഷയമായിട്ടുള്ളത്. അതാണ് ഇതിനൊക്കെ കാരണം. ഇതാണ് TG പുരുഷോത്തമൻ പറഞ്ഞിട്ടുള്ളത്. ഏതായാലും ഈ സീസണിലെ അവസാനത്തെ ഹോം മത്സരം ഇപ്പോൾ ക്ലബ്ബ് കളിച്ചു കഴിഞ്ഞു. ഇനിയിപ്പോൾ സൂപ്പർ കപ്പാണുള്ളത്. അത് ഒഡീഷയിൽ വെച്ചുകൊണ്ടാണ് നടക്കുക. അടുത്ത സീസണിലെങ്കിലും ആരാധകരെ തിരിച്ചു കൊണ്ടുവരാൻ കേരള ബ്ലാസ്റ്റേഴ്സിനും അവരുടെ പ്രകടനത്തിനും സാധിക്കുമെന്നാണ് ഇപ്പോൾ പ്രതീക്ഷിക്കപ്പെടുന്നത്. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം.